ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ്, രാവിലത്തെ കോലാണ് കേട്ടോ കാണുന്നത്. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. രാവിലെ ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടു. അതിനുശേഷം പുറത്തേക്കൊന്ന് പോകാമെന്ന് തോന്നി. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞു കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇന്നലത്തെ മഴയിൽ മുറ്റത്തേക്കടെയൊക്കെ ചെറുതായിട്ട് വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. അതിനുശേഷം ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിലൊരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു തോടാണ്. അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വെള്ളം എന്തോരം ഉണ്ടെന്ന്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നല്ലോ, രാത്രിയും പകലുമൊക്കെ. അപ്പോൾ എന്തോരം വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തോട്ടിൽ ഒന്ന് പോയി കേട്ടോ. അപ്പം തോട്ടിക്കടെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് വെള്ളമൊക്കെ ഉള്ളപ്പോൾ നമ്മളിവിടെ പോയി അലക്കുകയൊക്കെ ചെയ്യുന്നതാണേ. അലക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും ചായയൊക്കെ തിളച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ അമ്പാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ കയറിയിരുന്നിട്ട് ആൾ എഴുന്നേറ്റ് പോയി. പിന്നെ തിണ്ണയിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ. അച്ഛനും മോനും മഴയെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ അകത്ത് ഒരാൾ കിടന്ന് തൊട്ടിയിൽ കിടന്ന് ആടുന്നുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ മൂത്ത പുത്രനാണ്. അവന് കുഞ്ഞിന് തൊട്ടി കെട്ടി അപ്പം അതിനകത്ത് അവൻ ആടണം. അങ്ങനെ അതാണ് അവൻ്റെ പണി. പിന്നെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് തൊട്ടിയിൽ കയറി ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാൻ തിണ്ണയിലേക്ക് വന്നു കേട്ടോ, അച്ഛൻ്റെ മോൻ്റെ അടുത്തേക്ക്. അപ്പം അവർ ഭയങ്കര കളിയായിരുന്നു. തിണ്ണയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ കഴുത്തേ കയറിയിരുന്നു അവൻ. പിന്നെ ഞാൻ പറഞ്ഞൊരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഹായ് ഒക്കെ പറയുന്നതാണ്. അതിനുശേഷം അകത്ത് കയറിപ്പോയി കൊച്ച് വണ്ടി ഓടിക്കാനുള്ള ശ്രമത്തിലാണ്. തന്നെത്താനെ എടുത്ത് പൊക്കാനുള്ള ശേഷിയൊന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി കടുക് വറുത്തു. പിന്നെ ഇന്നലെ പറപ്പ എന്ന് പറഞ്ഞിട്ടൊരു മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് നല്ല തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചക്ക പുഴുങ്ങിയതും മീൻ കറിയും കൂടിയിട്ട് ഇരിക്കുന്നതുകൊണ്ട് രാവിലെ പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം അതെല്ലാം ചൂടാക്കി കഴിച്ചു കേട്ടോ. പിന്നെ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. കുറച്ച് തുണി വാഷിംഗ് മെഷീനിലെടുത്തിട്ട് തുണിയെല്ലാം അലക്കി പറക്കിയെടുത്തു. അല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നേരത്തെ തുണി അലക്കിയിട്ടു കേട്ടോ. അലക്കാൻ എടുത്തപ്പോൾ തന്നെ ഒരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് കണ്ണമ്മോനോട് പഠിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അലക്കാനായിട്ട് പോയത്. അപ്പോൾ കൊച്ചിനെ അവൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയി കേട്ടോ ഞാൻ. അവർ രണ്ടുപേരും കൂടിയുള്ള പഠിപ്പിക്കലൊക്കെയാണ് കേട്ടോ. ഫോൺ കാണുമ്പോൾ തന്നെ അവൻ ഹായ് വെക്കുന്നുണ്ടേ. പിന്നെ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. എന്ത് മീനാണെന്നൊന്നും അറിയത്തില്ല. അത് ഇന്നലെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേട്ടായി. അപ്പം അതെടുത്ത് കറി വെക്കണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്നെടുത്ത് നല്ല കുടംപുളിയും മുളകും കൂടെ ഇട്ട് പറ്റിച്ചങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അതങ്ങനെ കറിയൊക്കെ വെച്ചു. പിന്നെ ചോറൊക്കെ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ച്. പിന്നെ പിള്ളേർ തമ്മിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരുടെ കളിയാണ് കേട്ടോ. വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പെരക്കകത്തേക്ക് നടക്കുവാണ്. പിന്നെ കണ്ണമ്മോന് ഞാൻ ചോറ് കൊടുത്തു. കുഞ്ഞിനെ കിടത്തി ഉറക്കി. കുഞ്ഞ് അങ്ങനെ ചോറൊന്നും കഴിച്ചില്ല. കുഞ്ഞ് ബിസ്ക്കറ്റാണ് കഴിച്ചത്. കുഞ്ഞിനെ കിടത്തി ഉറക്കിയതിന് ശേഷം ഞങ്ങൾക്ക് താഴെ വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടായികളും കൂടിയിട്ട് താഴെ വരെ പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ താഴെ പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.